പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന് SNDP വേദിയിൽ അമിത പ്രാധാന്യം നൽകിയെന്നാരോപിച്ച് ഒരു വിഭാഗം BJP പ്രവർത്തകരും SNDP പ്രവർത്തകരും പ്രതിഷേധിച്ചു. എന്നാൽ LDF പറയുന്നതാകട്ടെ ഇതിൽ കാര്യമില്ല. BJPയിലെ ഏതാനും ചിലർ പ്രതിഷേധിച്ചതിനെ SNDPയുടെ വലിയ പ്രതിഷേധമായി ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നതെന്നാണ് LDF പ്രവർത്തകരുടെ ആരോപണം. ഏതായാലും സംഭവത്തിലേക്ക് കടക്കാം. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജിന് SNDP കൺവെൻഷൻ വേദിയിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അമിത പ്രാധാന്യം നൽകിയെന്നാരോപിച്ചാണ് ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധിച്ചത്. മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ വേദിയിൽ വെച്ചാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഇടതു പ്രീണനം എന്ന് തുറന്നു കാട്ടിക്കൊണ്ട് ഒരു വിഭാഗം പേർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അപ്രതീക്ഷിതമായി യോഗം പ്രവർത്തകർ എതിർപ്പുമായി രംഗത്ത് വന്നതോടെ ശരണം വിളിയേറ്റ് വെള്ളാപ്പള്ളിയും ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജും വലഞ്ഞുവെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ അവിടുന്ന് വരുന്നത്. ഇന്ന് രാവിലെയാണ് കവിയൂർ മനക്കച്ചിറയ്ക്ക് സമീപം ശ്രീനാരായണ കൺവെൻഷൻ തുടങ്ങിയത്. 12 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചത്. എന്നാൽ ഉദ്ഘാടകനായ വെള്ളാപ്പള്ളി എത്താൻ വൈകി 11:30 NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ വേദിയിൽ വന്ന് ഇരിക്കുകയും പ്രവർത്തകരോട് വോട്ട് ചോദിക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി ആകട്ടെ 12:30 ആയപ്പോഴാണ്, അതായത് അരമണിക്കൂർ ലേറ്റായാണ് എത്തിയത്. കൺവെൻഷൻ നഗറിലേക്കുള്ള പാലത്തിന് സമീപം നിന്ന് വെള്ളാപ്പള്ളിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു. ജനറൽ സെക്രട്ടറിയെ സ്വീകരിക്കാൻ സുരേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് ഇരുവരും ഒന്നിച്ചാണ് വേദിയിലേക്ക് വന്നത്. അല്പസമയം ചെലവഴിച്ച ശേഷം K. സുരേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷമാണ് വീണ ജോർജിൻ്റെ കടന്നുവരവ്. വീണ ജോർജ് വന്ന ഉടൻ തന്നെ വലിയ സ്വീകരണമാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത് എന്നാണ് ഒരു വിഭാഗം SNDP പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈഴവ സമുദായത്തിൽ നിന്നും സിവിൽ സർവീസ് നേടിയ അനന്തുവിനെ ആദരിക്കുന്ന ചടങ്ങും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. വീണ വന്നയുടൻ വെള്ളാപ്പള്ളി വലിയ വരവേൽപ്പ് നൽകിയെന്നാണ് ആരോപണം. സിവിൽ സർവീസ് റാങ്ക് ഹോൾഡറെ അനുമോദിക്കാനുള്ള അവസരം വെള്ളാപ്പള്ളി നടേശൻ വീണ ജോർജിന് നൽകുകയും ചെയ്തു. മാത്രമല്ല വീണ ജോർജിനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ. ഇതോടെ സദസ്സിൽ നിന്ന് കൂട്ട ശരണം വിളി ഉയർന്നു. വെള്ളാപ്പള്ളിക്കെതിരെ മുദ്രാവാക്യവും മുഴങ്ങുന്നുണ്ടായിരുന്നു. കവിയൂർ പഞ്ചായത്ത് അംഗം BJPയിലെ അഖിലിൻ്റെ നേതൃത്വത്തിലുള്ള തുടങ്ങിയ പ്രതിഷേധം സദസ്സിനുണ്ടായിരുന്ന ഒരു വിഭാഗം ഏറ്റെടുത്തു. ചുരുക്കത്തിൽ വേദിയിൽ വെള്ളാപ്പള്ളിക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഉയർന്നത്. നമ്മുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രനാണെന്നും മറ്റൊരു സമുദായത്തെ താങ്ങേണ്ട ഗതികേട് SNDP പ്രവർത്തകർക്ക് ഇല്ലെന്നും ഒരു വിഭാഗം പറഞ്ഞു. ഈഴവനായ സുരേന്ദ്രനില്ലാത്ത എന്തു മഹത്വമാണ് വീണയ്ക്കുള്ളതെന്നും പ്രവർത്തകർ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഈ കൺവെൻഷൻ മനഃപൂർവ്വം ബോധപൂർവം അലങ്കോലപ്പെടുത്താനാണ് RSS ശ്രമിച്ചതെന്നാണ് പത്തനംതിട്ടയിലെ ഇടത് മുന്നണി പ്രവർത്തകർ പറയുന്നത്. വീണ ജോർജിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചത് വിരലെണ്ണാവുന്ന BJP പ്രവർത്തകർ മാത്രമാണ്. പത്തനംതിട്ട LDF ലോക്സഭാ മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലാണ് അറിയിക്കുന്നത്. കുറ്റൂരിൽ നിന്നുള്ള വിരലെണ്ണാവുന്ന BJPക്കാരായിരുന്നു കൺവെൻഷനിൽ ബോധപൂർവം ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി വഷളാക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇടതുമുന്നണി പ്രവർത്തകർ പറയുന്നത്. ഇവരെ സമുദായ അംഗങ്ങൾ തന്നെ ഓടിച്ചുവിട്ടു എന്നും CPM പ്രവർത്തകർ പറയുന്നു. ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാക്കിയ BJP പ്രവർത്തകർ അവർ സാമൂഹ്യ വിരുദ്ധരാണെന്നും അവരെ അപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ CPMകാർ ഓടിച്ചുവിട്ടു എന്നുമാണ് LDF പറയുന്നത്. കാരണം ബോധപൂർവം സുരേന്ദ്രൻ്റെ അനുയായികൾ കടന്നു കയറി SNDP വേദിയിൽ കടന്നു കയറി ബോധപൂർവം അത്തരമൊരു സമ്മേളനം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമാണ്. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെയും ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിനെയും ബോധപൂർവം കരിവാരിത്തേക്കാനും അപമാനിക്കാനുമുള്ള ശ്രമമാണ് ഒരു സംഘം BJP പ്രവർത്തകർ SNDP വേഷം കെട്ടി നടത്തിയതെന്നാണ് CPMകാർ ആരോപിക്കുന്നത്. സാമുദായിക ഘടകങ്ങൾ വിധി നിർണ്ണയിക്കുന്ന പത്തനംതിട്ടയിൽ ധ്രുവീകരണം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. എന്നാൽ SNDPക്ക് ശരി ദൂരമെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം. ഏതായാലും ഇത്തരത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് അവിടെ ഉണ്ടാകുന്നത്. LDF ആകട്ടെ BJP പ്രവർത്തകരാണ് ആ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് ആരോപിക്കുമ്പോൾ BJP പ്രവർത്തകരാകട്ടെ ഇത്തരത്തിൽ LDF സ്ഥാനാർത്ഥിക്ക് വെള്ളാപ്പള്ളി നടേശൻ അമിത പ്രാധാന്യം കൊടുത്തത് ശരിയായില്ല എന്നും വീണ ജോർജിന് അമിത പ്രാധാന്യം നൽകിയെന്നുമാണ് SNDP പ്രവർത്തകരുടെ ആരോപണം. കാരണം വീണയ്ക്ക് SNDP പ്രവർത്തകർ വോട്ട് ചെയ്യേണ്ടത് സുരേന്ദ്രനാണ് SNDPയുടെ യഥാർത്ഥ പ്രതിനിധി എന്ന നിലയ്ക്കാണ് ഈ BJP പ്രവർത്തകർ ആരോപിക്കുന്നത്.